ശിർക്കയുടെ ഭാഗമാണ്. ജിന്നുമായി ബന്ധപ്പെട്ട് പിശാച്ചുമായി ബന്ധപ്പെട്ട് അവരെ ഹാജരാക്കി അവർ ചില രഹസ്യങ്ങളൊക്കെ കൈമാറിത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് കശ്ഫ് എന്ന് പറയും. ആ നിലക്കുള്ള അനിസ്ലാമികമായ ഷിർക്കായ കുഫറായ തരത്തിലുള്ള രീതികളും ഇതിൽ കടന്നു വരുന്നുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ റുഖിയ ശർഈ അല്ല. അതേസമയത്ത് കശ്ഫ് ഉണ്ടാകും, റുഖിയ ചെയ്യുന്ന സമയത്ത് സൈക്കിക് ഇൻഡ്യൂഷൻസ് ഉണ്ടാകും, അതിലൂടെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടും, അത് ചികിത്സക്ക് ഉപകാരപ്പെട്ടാൽ ചെയ്യും എന്നതല്ലാത്ത ഇതല്ല. ഇനിയിപ്പോൾ പിന്നെ വിസ്ഡത്തിന്റെ ആൾക്കാർ ചെയ്തോളാം. വിസ്ഡത്തിന്റെ നിന്നിരുന്ന ആളുകൾ ചെയ്തിട്ടുണ്ട്. സഫ്വാൻ എന്ന് പറയുന്ന ചെക്കൻ ഇത് ചെയ്തിട്ടുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് അത് വലിയ വിഷയമായി വന്നു. അത് ഫൈസൽ മുസ്ലിയാർ അതിന് മറുപടിയും കൊടുത്ത് ഫൈസൽ മുസ്ലിയാർ അത് ഓട്ടയടച്ച് ആ ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം തന്നെ വിട്ടിത്താണ്. അതിൽ ഒരിക്കൽ പറയുന്നത് ഒരിക്കൽ സ്ഥലത്ത് പറഞ്ഞു ഏത് സിഹറും ഏത് ശൈത്താനും പിന്നെ ആയത്തുൽ കുർസിയാണ് ചൊല്ലിയ ഏത് ശൈത്താനും പോകുമെന്ന് ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 11 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ് അതേ വീഡിയോയിൽ പറയാം, ഞാനും സഫ്വാനൊക്കെ ജിന്നാക്കാൻ പോയാൽ ഞങ്ങളെ തൗഹീദും കൊണ്ട് ശൈത്താനാണ് പോകുന്നത്. ഈ ജാതി ഉറപ്പില്ലാത്ത തൗഹീദ് കൊണ്ടാണ് ഈ കോളേജ് നടത്തുന്നത്. കോളേജിന്റെ പ്രിൻസിപ്പളാണ് അവിടെ പഠിക്കുന്ന ഹിക്കമികളോ അതോ ഹമക്കികളോ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ. ശിർക്കയുടെ ഭാഗമാണ്. ജിന്നുമായി ബന്ധപ്പെട്ട് പിശാച്ചുമായി ബന്ധപ്പെട്ട് അവരെ ഹാജരാക്കി അവർ ചില രഹസ്യങ്ങളൊക്കെ കൈമാറിത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് കശ്ഫ് എന്ന് പറയും. ആ നിലക്കുള്ള അനിസ്ലാമികമായ ഷിർക്കായ കുഫറായ തരത്തിലുള്ള രീതികളും ഇതിൽ കടന്നു വരുന്നുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ റുഖിയ ശർഈ അല്ല. കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് സഫ്വാൻ വന്ന് സഫ്വാന് ജിന്ന് ഹാജറാത്തായി അവരെ ടൈലിന്റെ അകത്തുനിന്ന് തകിടെടുത്തെന്നാണ് പറഞ്ഞത്. അത് ഒന്നാം തരം ജിന്നു മുജാഹിദിന്റെ ആള്, അവരുടെ വണ്ടിയാണ് ജിന്നു മുജാഹിദിന് ഓടണത്. ഞാനൊന്ന് സുന്നിക്കാരനാണ് കേട്ടോ, ഞാൻ മുജാഹിദൊന്നുമില്ല. അവര് ജിന്നു മുജാഹിദിന്റെ പരിപാടിക്ക് പറഞ്ഞ വണ്ടി അവരതാണ്. സഫ്വാൻ സഫ്വാൻ അപ്പൊ ജിന്ന് ശരീരത്തിൽ കയറിയിട്ട് നമുക്ക് ടൈലിന്റെ കൂടെ തുറന്നു എടുക്കാൻ പറ്റിയല്ല. അപ്പൊ ആ എടുത്ത ആള് ആരാണ്? കാഫിറാണ്. നല്ല ആവശ്യമുള്ളൂ. സൊഫാൻ വേണ്ട ഓമണി പറഞ്ഞാലും ബാക്കിയല്ല. എനിക്കറിയാം നിങ്ങളെ ഉദ്ദേശം എനിക്കറിയാം. സൊഫാൻ വേണ്ട. സൊഫാ ശുദ്ധ മുവാഹിദ ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങളോട് എൻ്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ളൊരു ട്രീറ്റ്മെന്റിനെ പറ്റി ഉണ്ടായൊരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇഫ്ലിഖാനോട് പറഞ്ഞിരുന്നു കോഴിക്കോട് ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന്. പടച്ച റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് മാത്രം ബിഫളില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു. അതിനു മുമ്പേ ഞാൻ കശ്ഫുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു. ആ കശ്ഫിലൂടെ എനിക്ക് അന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശ്ഫിന്റെ ആളെന്നോട് നിർദ്ദേശിച്ചത്. കാരണം വലിയ ഡേഞ്ചറാണ് സഫ്വാൻ എന്നോട് എന്ത് ചെയ്തു താക്കീത് നൽകി. താക്കീത് നൽകി. അതേപോലെ ഇനി അത് അങ്ങനത്തെ ഇടപെടണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസ് ആണ് കശ്ഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതോടെ ആ കശ്ഫിന്റെ കാര്യം നമ്മളവിടെ നിർത്തിവെച്ചു. സഫാ ശുദ്ധ മുവാഹിദ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞ ജിന്നെ ഇറക്കിയിട്ടില്ല, സഫാൻ അവിടുന്ന് ജിന്നിനെ കണ്ടിട്ടില്ല, ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല. 2 ആഴ്ച മുമ്പ് അതിനു മുമ്പ് ചെന്നിരുന്നു. ഞാൻ ഓതിയപ്പോ 3 പെൺകുട്ടികളുണ്ട് വിവാഹം കഴിയാത്ത. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നേരത്തെ അവരുടെ മാമന്മാരൊക്കെ പല സിഹറുകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓതിയപ്പോ 3 പേരുടെയും ശരീരം പൊള്ളാൻ തുടങ്ങി. അമ്മയിൽ ചില ചേഞ്ചസ്. അമ്മ കോമയിലായിരുന്നു. കോമയിൽ നിന്ന് ഇറക്കിയിട്ട് കോമ എന്ന അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ ചേഞ്ചസ് കാണാൻ തുടങ്ങി. 2ാമത്തെ ദിവസം എൻ്റെ 2ാമത്തെ കുട്ടിക്ക് ചില വെയിറ്റ് തലക്ക് വരാൻ തുടങ്ങി. പിന്നെ വിസ്ഡത്തിന്റെ ആൾക്കാർ ചെയ്തോളാം. വിസ്ഡത്തിന്റെ നിന്നിരുന്ന ആളുകൾ ചെയ്തിട്ടുണ്ട്. സഫ്വാൻ എന്ന് പറയുന്ന ചെക്കൻ ഇത് ചെയ്തിട്ടുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് അത് വലിയ വിഷയമായി വന്നു. എനിക്ക് മനസ്സിലായി ആ കുട്ടിയിൽ മിക്കവാറും കശ്ഫ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. രൂപം കാണാൻ തുടങ്ങി. ഞാൻ അത് മിക്കവാറും നമ്മൾ പോണതിന് മുമ്പ് ഹാജരാവും. അപ്പൊ നമ്മൾ ഓതുന്നതിനിടക്ക് ഏറ്റവും ഇളയ 2 പേര്, 2ാമത്തതും 3ാമത്തതും, അതിൽ 2ാമത്തെ കുട്ടിക്ക് ഒരു രൂപം കാണാൻ തുടങ്ങി. ഞാൻ നേരത്തെ കശ്ഫുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി.